To this program that is designed to establish you in the Word of God and to cause you to walk in God's supernatural working power. I'm glad to come your way again with this program. Today I want to take you into our India crusade. This particular day was very special because the greatest gospel to ever be preached was the fact that it worked in the life of somebody. Let's go into this meeting. You will never. ഏഴുവിളക്കിന്റെ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ചേർന്ന് പാടി ആരാധിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സകല മഹത്വം കൊടുക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. Keep those two hands up. Let us pray. ഇരുകരങ്ങളും ഉയർത്തി തന്നെ പിടിച്ചാട്ടെ, ഉയർത്തി തന്നെ പിടിച്ചാട്ടെ. Father, tonight പിതാവേ, ഇന്ന് രാത്രിയിൽ we submit our souls and bodies to you. അങ്ങയുടെ തിരുസന്നിധിയിൽ തൃക്കാൽക്കൽ ഞങ്ങളെ തന്നെ Lord, you alone are the healer. കർത്താവേ, അവിടുന്നാണ് സൗഖ്യദായകൻ. You alone are the savior. അവിടുന്ന് മാത്രമാണ് രക്ഷകൻ. You alone are the deliverer. അവിടുന്ന് മാത്രമാണ് വിടുവിക്കുന്നവൻ. Lord, we are all come to you. കർത്താവേ, ഞങ്ങളെല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ We want to see Jesus. യേശുവിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് കാണണം. Tonight, Lord, let only Jesus be exalted. യേശുവേ, അങ്ങ് മാത്രം ഇന്ന് രാത്രിയിൽ മഹത്വീകരിക്കപ്പെടട്ടെ. Let only Jesus be magnified. യേശുവേ, അങ്ങ് മാത്രം ഇന്ന് രാത്രിയിൽ ഉയരപ്പെടട്ടെ. And Lord, we commit all those with needs into your hands. ഇന്ന് രാത്രിയിൽ പ്രതീക്ഷയോടെ ആവശ്യങ്ങളുമായി വന്നിരിക്കുന്നവരെ തൃക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കട്ടെ. Tonight, Lord, we ask that you stretch forth your healing hands and heal the sick. ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുവാൻ ഉയരത്തിലെ കരം നീട്ടി അവിടുത്തെ സൗഖ്യത്തെ നിന്റെ ജനത്തിന് വേണ്ടി അയക്കണമേ. We ask that you will set the captives free, O God. ഇന്ന് രാത്രിയിൽ ബദ്ധന്മാർ വിടുവിക്കപ്പെടുന്ന രാത്രിയാകണമേ. We ask that souls will be saved. ഇന്ന് രാത്രിയിൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന സന്ധ്യയാകട്ടെ. Lord, tonight we bow to you and we say, magnify yourself in the lives of your people. പിതാവേ, ഇന്ന് രാത്രിയിൽ തൃക്കാൽക്കൽ വീണ് അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. Heal their heads and their needs, oh God. കർത്താവേ, ഇന്ന് രാത്രിയിൽ അവരുടെ ശരീരങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും അവിടുന്ന് അവർക്ക് അനുഗ്രഹമാക്കി സൗഖ്യമാക്കണം. And we promise that after it all, yes, കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഉറപ്പ് തരുന്നു, we will give you all the glory and all the praise. അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം അങ്ങയ്ക്ക് മാത്രം ഞങ്ങൾ മഹത്വം അർപ്പിക്കാം. Let somebody's life change tonight. ഇന്ന് രാത്രിയിൽ ചില ജീവിതങ്ങൾ വാസ്തവമായി Let വ്യതിയാനപ്പെടട്ടെ. somebody's situation change tonight. ഇന്ന് രാത്രിയിൽ ചില വ്യക്തി ജീവിതങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Thank you, Lord. കർത്താവേ, നന്ദി. We give you worship, Lord. കർത്താവേ, ഞങ്ങൾ ആരാധന Wave അർപ്പിക്കുന്നു. your hands and say thank you, Jesus. ഇരു കരങ്ങളെയും വീശിക്കൊണ്ട് നന്ദി യേശുവേ എന്ന് പറഞ്ഞാട്ട്, അത്യുച്ചത്തിൽ പറഞ്ഞാട്ട്. Wave your hands and thank the Lord tonight.
ഇന്ന് രാത്രിയിൽ കർത്താവിന് വേണ്ടി കരങ്ങളെ വീശി ആരാധിക്കാം. Thank him for his saving power tonight. ഇന്ന് രാത്രിയിൽ രക്ഷാകരമായ ശക്തി വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം പറഞ്ഞാട്ട്. Thank him for his healing power tonight. ഇന്ന് രാത്രി വ്യാപരിക്കുവാൻ പോകുന്ന സൗഖ്യത്തിനായി വ്യാപരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. Leave this place touched by his spirit tonight. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരെ തൊടാൻ പോകുന്നതിനാൽ സ്തോത്രങ്ങൾ അർപ്പിച്ചാട്ട്. Oh, worship the Lord tonight. എല്ലാവരും നാവുകളെ തുറന്ന് സ്തോത്രം പറഞ്ഞ് യേശുവിന്റെ മഹത്വവും ആരാധനയും അർപ്പിച്ചാട്ട്. Hallelujah. Hallelujah. If you have a seat, please take your seat. ദയവായി നിങ്ങൾക്ക് ഇരിക്കാം. Can you read for me Mark's Gospel chapter 2? വേദപുസ്തകം തുറന്നാട്ട് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് തിരുവെഴുത്തുകൾ വായിക്കപ്പെടുവാൻ പോകുകയാണ്. 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കട്ടെ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. അവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങൾ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. Hallelujah. Amen. Tonight I'm going to preach the word of God. ഇന്ന് രാത്രിയിൽ വിശുദ്ധ വചനമാണ് സംസാരിക്കാൻ And പോകുന്നത്. as I preach the word, if you will open your heart, ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തുകൾ പറയപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ തുറക്കുക. whilst the word of God is coming, ദൈവത്തിന്റെ വചനം സ്വീകരിപ്പാനായി God will touch you where you are. ഇന്ന് രാത്രിയിൽ ആ തിരുവചനം നിങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ Whilst the സ്പർശിക്കും. word of God is coming, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ your healing would manifest. ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ സൗഖ്യം നിങ്ങളുടെ മധ്യത്തിൽ ഉളവാകും. Whilst the word of God is coming, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അടുക്കലേക്ക് the എത്തിക്കൊണ്ടിരിക്കുമ്പോൾ power of God will work for you. ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. Tonight, blind eyes will see. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഉറപ്പു തരുന്നു, ചിലർ കാണുവാൻ കാഴ്ച ലഭിക്കാൻ Deaf പോകുകയാണ്. ears will hear. ഇന്ന് രാത്രിയിൽ ചില ചെവികൾ തുറക്കപ്പെടുവാൻ Lame പോകുകയാണ്. legs will walk. ഇന്ന് രാത്രിയിൽ ചില മുടന്തന്മാർ കുതിച്ചെഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. Growths will disappear. ഇന്ന് രാത്രി അകാരണമായുള്ള വളർച്ചകൾ മാറാൻ പോകുകയാണ്. Cancers will be healed tonight. ക്യാൻസർ ഇന്ന് രാത്രിയിൽ സൗഖ്യമാകാൻ പോകുകയാണ്. Because Jesus is here. കാരണം ഇന്ന് രാത്രിയിൽ ഇവിടെ യേശു ഉണ്ട്. If you believe it, wave your hand and say hallelujah. ഇന്ന് രാത്രി യേശു ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ആട്ടിക്കൊണ്ട് ഇന്ന് രാത്രി ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. The Bible says in the evening Jesus was preaching like this. വൈകുന്നേരം സന്ധ്യയായപ്പോൾ യേശു ഒരു വലിയ ജനക്കൂട്ടത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന വചനത്തിൽ കാണാം. And there were so many people gathered that there was no space anywhere. യേശു ഇരുന്ന ഭവനത്തിന്റെ അകത്തളങ്ങളിൽ പുരുഷാരത്തിന്റെ ആധിക്യ നിമിത്തം അവിടെ ഒരു സ്ഥലവും ബാക്കിയില്ലായിരുന്നു. Like so many people have gathered tonight. ഇന്ന് രാത്രിയിൽ കടന്നു വന്നതുപോലെ ഒരു ബഹുപുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. And the Bible says there was a crippled man വചനം പറയുന്നു അവിടെ പക്ഷപാതക്കാരനായ ഒരു who മനുഷ്യനുണ്ടായിരുന്നു. heard about Jesus. യേശുവിനെ കുറിച്ച് കേട്ട ഒരുവൻ. Hearing the word of God is very important. ദൈവത്തിന്റെ വചനം കേൾക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. Jesus was preaching in the house. യേശു കർത്താവ് ആ ഭവനത്തിൽ തിരുവചനം This പ്രസ്താവിക്കുന്നു. crippled man also heard about Jesus. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ പക്ഷപാതക്കാരൻ കേട്ടിരുന്നു. What did he hear? അവൻ എന്താണ് കേട്ടിരുന്നത്? He heard that Jesus forgives the sins of everybody. യേശു കർത്താവ് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപം മോചിക്കുന്നവനാണ്. And everybody means you are the one. ഇന്ന് രാത്രിയിൽ സകലരുടെയും എന്നതിന്റെ അർത്ഥം ഇന്ന് രാത്രി നിങ്ങളുടെയും പാപം മോചിക്കുന്നവൻ. What did he hear? എന്താണ് അവൻ കേട്ടത്? He heard that Jesus was healing the sick and casting out devils. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, ദുരാത്മാക്കളെ പുറത്താക്കുന്നു. He heard that with God all things are possible. Hallelujah. അവൻ ഒരു കാര്യം കൂടെ കേട്ടു, ദൈവത്താൽ അസാധ്യമായത് യാതൊന്നുമില്ല. When he heard these things about Jesus, faith
came in his heart. യേശുവിനെ കുറിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിനെ കുറിച്ച് അവൻ കേട്ടപ്പോൾ ആ കേൾവി വിശ്വാസമാകുവാൻ തുടങ്ങി. He said to 4 of his friends, take me to this Jesus. ഒരുപക്ഷേ അവൻ അവന്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു കാണും, ഈ യേശുവിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുക. And when you meet Jesus, you will never be the same. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഒരിക്കൽ നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയാൽ പിന്നെ നിങ്ങൾ പഴയ മനുഷ്യരല്ല. Tonight you will meet Jesus. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കണ്ടുമുട്ടുവാൻ പോകുന്നത് അതേ യേശുവിനെ തന്നെയാണ്. Wave your hand and say hallelujah. ഒരിക്കലൂടെ ഹല്ലേലൂയ ശബ്ദത്താൽ കരങ്ങളെ വീശി കർത്താവിനെ മഹത്വപ്പെടുത്താം. Space to get him to Jesus. എന്നാൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ അവിടെ സ്ഥലമില്ലായിരുന്നു. The friends could have been discouraged. അവന്റെ കൂട്ടുകാർ മുഴുവൻ നിരാശരായി പോയേക്കാം. To receive a miracle, ഒരു വലിയ അത്ഭുതം പ്രതീക്ഷിച്ചാണ് വന്നത്. you need reliable friends. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ചില സ്നേഹിതരുണ്ടാകണം. Friends who can bring you to Jesus. യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിയുന്ന ചില സുഹൃത്തുക്കൾ. Friends who can encourage your faith. നിങ്ങളുടെ വിശ്വാസത്തെ ഉത്സാഹിപ്പിക്കുന്ന ചില സുഹൃത്തുക്കൾ. When they came, there was no place to take the sick man. ഈ മനുഷ്യനെയും കൊണ്ട് ഈ 4 സുഹൃത്തുക്കൾ വന്നപ്പോൾ യേശുവിന്റെ അരികിലെത്തുവാൻ അവിടെ വഴിയില്ലായിരുന്നു. They had only one option. അവർക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. To do what they couldn't do before. അവർക്ക് ഒരിക്കലും മുമ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം. So they decided to take the sick man on top of the roof. ആ മനുഷ്യനെ, രോഗിയായ മനുഷ്യനെ വീടിന്റെ മേൽപ്പുരയിലേക്ക് എത്തിക്കുക. When they were taking him on top of the roof, the sick man could have said, the crippled man could have said, what about if I fall down from the roof? ആ പുരയുടെ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത്, അവനെ ഉയർത്തുന്ന സമയത്ത് ഈ പക്ഷപാതക്കാരൻ ചോദിച്ചേക്കാം, നിങ്ങൾ എന്നെ മേലോട്ടെടുക്കുമ്പോൾ ഞാൻ താഴെ വീണു പോയെങ്കിലോ? But if you need a miracle, you've got to do what you couldn't do before. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു അത്ഭുതം ഇന്ന് രാത്രി പ്രാപിക്കണമെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങൾ ചെയ്യണം. If you believe it, say hallelujah. അത് വിശ്വസിക്കുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. To carry the sick man to the roof, he could have fallen from there. ഒരുപക്ഷേ ആ പുരയുടെ മുകളിലേക്ക് ഈ മനുഷ്യനെ എടുക്കുമ്പോൾ അവൻ താഴെ വീഴാൻ സാധ്യതകളുണ്ട്. But he was ready to do what he couldn't do before. എന്നാൽ അവൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യുവാൻ അവൻ തയ്യാറെടുക്കുകയാണ്. So they carried him to the roof and tore the roof and dropped him before Jesus. യേശുവിനെ കാണുവാൻ തക്കവണ്ണം അവനെ മുകളിലേക്ക് എടുക്കുന്നു. പുരയുടെ മുകൾ പുര തുറന്ന് യേശുവിന്റെ അരികിലേക്ക് അവനെ എത്തിക്കുന്നു. When Jesus saw the crippled man, യേശു കർത്താവ് ഈ പക്ഷപാതക്കാരനെ he കണ്ടപ്പോൾ, said, son, your sins are forgiven. അവനെ നോക്കി പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. The man was sick, but Jesus said, your sins are forgiven. ഈ മനുഷ്യൻ രോഗിയായിട്ടാണ് യേശുവിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ യേശു പറഞ്ഞത്, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. Because in the sight of God, forgiveness of sin and healing of sick body go together. യേശുവിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ, ദൈവത്തിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ പാപമോചനവും ശാരീരിക സൗഖ്യവും പ്രാധാന്യം ഒരുപോലെയുള്ളതാണ്. The Bible says the wages of sin is death. വചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. Sins like idolatry brings a curse. വ്യഭിചാരം പോലെയുള്ളതായ പാപങ്ങൾ ഒരു ശാപം തന്നെ വിളിച്ചു വരുത്തുന്നു. Tonight God wants to forgive you the sin of idolatry. ഇന്ന് രാത്രിയിൽ വ്യഭിചാരത്തിന്റെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. Worshiping of angels is a sin. ദൂതന്മാരെ ആരാധിക്കുന്നത്, യേശുവിനെ അല്ലാതെ ദൂതന്മാരെ ആരാധിക്കുന്നത് ഒരു പാപമാണ്. Worshiping of ancestors is a sin. പൂർവികന്മാരെ ആരാധിക്കുന്ന പൂർവാരാധന ഒരു പാപമാണ്. Having other gods is a sin. യേശുവല്ലാതെ മറ്റു ദൈവങ്ങൾ അവയെ ആരാധിക്കുന്നത് പാപമാണ്. Practicing occultism is a sin. മനുഷ്യരുടെ ഇടയിലുള്ളതായ വിഭാഗീയതകൾ ഒരു പാപമാണ്. Witchcraft is also a sin. അഭിചാരവും മന്ത്രവാദവും പാപമാണ്. But tonight the joy of it is that God can forgive you all your sins if you come to Jesus. Hallelujah. ഇന്ന് രാത്രിയിലത്തെ സുവാർത്ത എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എത്ര കടുത്ത പാപിയാണെങ്കിലും നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകുവാൻ യേശു ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട് എന്നതാണ് ഇന്ന് രാത്രിയിലെ സുവാർത്ത എന്ന് പറയുന്നത്. Having unnatural sex is a sin. What do I mean by unnatural sex? If you are married and you go behind your wife or your husband to sleep with somebody else, it's a sin. പാപം, വിവാഹ കർമ്മത്തിൽ ഏർപ്പെട്ടവർ വിവാഹ ഇതര ബന്ധങ്ങളിൽ ആയി തീരുന്നത് ഒരു പാപമാണ്. If you are not married and you also sleep with people, it's a sin. മാത്രമല്ല, നിങ്ങൾ ഏകാന്തതയിൽ നിങ്ങൾ കുടുംബജീവിയല്ല, ഒരു പുരുഷനോ സ്ത്രീയോ അവർ മറ്റു ബന്ധങ്ങളിൽ അന്യായ ബന്ധനങ്ങൾ ഇടപെടുന്നത്
എന്നത് പാപമാണ്. If you practice lesbianism or homosexuality, it is a sin. A man sleeping with a man or a woman having sex with a woman, it's a sin. സ്വവർഗരതി പുരുഷൻ പുരുഷനോട് സ്ത്രീ സ്ത്രീയോടും അപലക്ഷണമായി പെരുമാറുന്നത് ഒരു പാപമാണ്. A man sleeping with an animal or a human being sleeping with an animal is an abomination. മാത്രമല്ല മൃഗങ്ങളോട് ഒപ്പം ചേർന്ന് ശയിക്കുവാൻ അതിനുവേണ്ടിയുള്ള ആഗ്രഹവും അങ്ങനെ ചെയ്യുന്നതും പാപമാണ്. Abortion is an abomination before God. ഗർഭഛിദ്രം ദൈവത്തിന് മുമ്പിൽ മ്ലേച്ഛമാണ്. Sleeping, having sex with a close relative, sleeping with your daughter, sleeping with your father, sleeping with your sister, sleeping with your brother, having sex with them, it's a sin. ഏറ്റവും അടുത്തതായ കുടുംബാംഗങ്ങളുമായി സഹോദരൻ സഹോദരിയും പിതാവും പുത്രിയും അങ്ങനെയൊക്കെയുള്ളതായ തരത്തിലുള്ളതായ ലൈംഗിക ബന്ധങ്ങൾ പാപമാണെന്ന് വേദപുസ്തകം പറയുന്നു. Maltreating your wife, it's a sin. മാത്രമല്ല നിങ്ങളുടെ ഭാര്യയോട് ക്രൂരമായി ഇടപെടുന്ന പീഡന സ്വഭാവം ഒരു പാപമാണ്. Maltreating widows and orphans is a sin. വിധവമാരെയും അനാഥരെയും വെറുതെ പീഡിപ്പിക്കുന്നത് ഒരു പാപമാണ്. Maltreating those who serve you is also a sin. മാത്രമല്ല നിങ്ങളെ രക്ഷിച്ചവരെ നിങ്ങൾ അവരെ പീഡിപ്പിക്കുന്നത് ഒരു പാപമാണ്. Stealing is a sin. മോഷണം ഒരു പാപം. Murder is a sin. Killing people. മറ്റുള്ളവരെ കൊല്ലുന്നത് അത് ഒരു പാപം. Whatever sin you have committed, ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങൾ ചെയ്ത പാപം എന്തായിരുന്നാലും tonight I'm glad to say, yes, the blood of Jesus is ready to forgive you all that sin and give you a new beginning. Hallelujah. ഇന്ന് രാത്രി സ്തോത്ര സ്വരത്തോടെ ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കട്ടെ, യേശു കർത്താവിന്റെ രക്തം ഏതു പാപവും മോചിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം കഴിവുള്ളതാണ്. All the honor, Lord. We lift our hands in worship as we lift your holy name, for you are great. You do miracles so great. There is no one else like you. Come on. There is no one else like you. You are great. You do miracles so great. There is no one else like you, Jesus. There is no one else. Hey, you are great. You do miracles so great. There is no one else like you. Nobody else like you, Lord. There is no one else like you. Yes, you are great. You do miracles so great. There is no one like you. Nobody like you, Jesus. And there Yes, sir. What is your name, sir? സാറിന്റെ പേരെന്താണ്? ദേവദാസ്. Is this your stick? അങ്ങയുടേതാണോ ഈ വടി? How did you come? Can you show me how you came? എങ്ങനെയാണ് മുമ്പ് നടന്നുകൊണ്ടിരുന്നതെന്ന് കാണിക്കാമോ? മുമ്പ് നടന്നുകൊണ്ടിരുന്നത് കാണിക്കാമോ? Show me ഇതിനു how you മുമ്പ് came with a stick. This is how you had to walk. ഇങ്ങനെയായിരുന്നു അദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. This is how you had to walk. ഇങ്ങനെയായിരുന്നു നടക്കേണ്ടത്. For how many years? എത്ര വർഷം കൊണ്ടാണ് ഈ പ്രശ്നം? 10 months. Now come. ഇപ്പോൾ നടന്നാട്ട്. Miracles. അത്ഭുതങ്ങൾ. Hallelujah. അത്ഭുതങ്ങൾ. Hallelujah. അത്ഭുതങ്ങൾ. ഈ മനുഷ്യന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ Give the Lord a mighty clap offering. സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളെ തട്ടി ഹല്ലേലൂയ പറഞ്ഞ് ആരാധന അർപ്പിക്കാം. Shout hallelujah. ഹല്ലേലൂയ. Are you happy? സന്തോഷമുണ്ടോ? Really he is happy. Is that your wife? ഭാര്യയാണോ? Are you happy, mama? സന്തോഷമാണോ അമ്മച്ചി? Amen. Dada, let's walk here. Let's walk here. Give the Lord a mighty clap offering. കരങ്ങളെ തട്ടി Give the Lord a mighty clap offering. Shout hallelujah. Hallelujah. Miracles are taking place. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. Miracles are taking place. അത്ഭുതങ്ങൾ നടക്കുന്നു. Miracles are taking place. വന്നാട്ട് മുന്നോട്ട്. Who came with this lady? ഈ സഹോദരന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? What's wrong with her? എന്തായിരുന്നു പ്രശ്നം? Okay. Arthritis. For how long? എത്ര വർഷം കൊണ്ട്? 7 years. For 7 years. So when she was coming, how did she come? എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എങ്ങനെയാണ് വന്നത് ഈ യോഗത്തില്?
She couldn't walk. She couldn't walk for the last 1 year. Somebody took her to the meeting. Oh, so they carried her to the meeting. Yes. And right now, walk here, let's see. നടന്നു നോക്കിയാൽ നടന്നാട്ട ഇന്ന് രാത്രി വിശ്വാസത്തോട് കൂടെ. Arthritis for 1 year, she couldn't walk. ഒരു വർഷം കൊണ്ട് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടെ നടന്നവർ നടന്നുകൊണ്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. ശബ്ദത്താൽ ഒരു ദൈവത്തിന് മഹത്വം കൊടുക്കുക. Hallelujah. Shout. Let her come back here. ഒന്നുകൂടെ മടങ്ങി വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ. Yes, let her come back here. വിശ്വാസത്തോടെ നടന്നു വന്നാട്ടെ. Miracles are taking place. ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. Miracles are taking place. അത്ഭുതങ്ങൾ. Mama, let's go. Lift your legs now. ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന പോലെ ചെയ്താട്ടെ. ഒന്ന് ഉയർത്തി പിടിച്ച് ഉയർത്തി പിടിച്ച് നടന്നാട്ടെ. Lift it. ഇങ്ങനെ ഉയർത്തി പിടിച്ച് നടന്നാട്ടെ. Your holy name, for you are great. You do miracles so great. Tonight, if you are here with me, yes, and you want your sins forgiven, I want to pray with you. ഇന്ന് രാത്രിയിൽ യേശുവേ എന്റെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് യേശുവിനോട് കരയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. You are here tonight and you want to forsake your sins. You want to receive Jesus. You want your sins to be forgiven. Lift up your hand. I'm going to pray with you. With your hand lifted, will you come from where you are and join me in front here? ഇന്ന് രാത്രിയിൽ നിങ്ങൾ അരികിലേക്ക് കടന്നു വന്ന് ദൈവദാസന്റെ അരികിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവദാസൻ ആഗ്രഹിക്കുന്നു. All the honor, glory. We lift our hands in worship as we lift your holy name, for you are great. You do miracles so great. There is no one else like you. There is no one else like you. You are. Lift up your two hands if you can. നിങ്ങളുടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചാണ്. And pray this prayer after me. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കും. മലയാളത്തിൽ പറയുമ്പോൾ പുറകിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ pray this prayer after me. എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. Say, dear God. എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ടെ, പ്രിയ ദൈവമേ, I acknowledge I am a sinner. ഞാൻ ഒരു പാപിയാണെന്ന് ഇന്ന് രാത്രിയിൽ ഏറ്റുപറയുന്നു. Lord Jesus, forgive me all my sins. യേശു കർത്താവേ, എന്റെ പാപങ്ങളെ മുഴുവനും ക്ഷമിക്കണമേ. Come into my life. എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. Make my life a testimony. എന്റെ ജീവിതം ഒരു സാക്ഷ്യമാക്കി രൂപാന്തരപ്പെടുത്തണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ